ഹലോ ഓൾ, വെൽക്കം ടു വൺസ്. നമ്മുടെ ഈ സെഷനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിലെ ഫ്ലൈ വീൽ എന്ന ടോപ്പിക്കിൽ ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റൻ നോക്കാം. ദ ടേണിംഗ് മൗണ്ട് ഡയഗ്രാം ഓഫ് എ ഫ്ലൈ വീൽ ഫിറ്റഡ് ടു എ fictitious machine is shown in the figure. The mean turning moment is 2000 Newton meter. The average engine speed is 1000 rpm. For fluctuation is the speed to be within plus or minus 2% of the average speed. The mass moment of inertia of the flywheel is kilogram in kilogram meter square is. ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഐ കണ്ടുപിടിക്കണം അല്ലേ? ഫ്ലൈ വീലിൻ്റെ ഐ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അത് തന്നിരിക്കുന്ന ഡയഗ്രമാണിത്. നമുക്ക് ആകെ ഒരു ആവശ്യം എന്താണ്? ഈ ടേണിംഗ് മൊമെന്റ് ഡയഗ്രത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകുന്നുള്ളതാ. ടേണിംഗ് മൊമെന്റ് ഡയഗ്രാം എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായാൽ മതി, നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് മാറ്റി വരയ്ക്കാം. നമുക്ക് ഫ്ലൈ വീൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഫ്ലൈ വീൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു മെഷീനിൽ എക്സസൈസ് കിട്ടുന്ന എനർജി എന്ത് ചെയ്യും? ഈ ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എനർജി ആവശ്യമുള്ള സമയത്ത് ഈ ഫ്ലൈ വീൽ അത് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഫ്ലൈ വീൽ അങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, ഫ്ലൈ വീൽ അത് സ്റ്റോർ ചെയ്യുന്നത് കൈനറ്റിക് എനർജി ആയിട്ടാണ് അല്ലേ? നമ്മൾ എഞ്ചിൻ്റെ കട്ടത്ത് ഫ്ലൈ വീൽ ഘടിപ്പിക്കും. അപ്പോൾ എഞ്ചിനിൽ എക്സസൈറ്റ് കിട്ടുന്ന എനർജി അധികം വരിക അത് പവർ സ്ട്രോക്കിലാണ് വരിക. അപ്പോൾ എഞ്ചിനിൽ എക്സസൈറ്റ് കിട്ടുന്ന എനർജി എന്ത് ചെയ്യും? അത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ½ I × ω² ആണ് വരിക. അപ്പോൾ നമ്മൾ IC എഞ്ചിൻ്റെ കേസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലെന്താണുള്ളത്? അതിൽ 4 സ്ട്രോക്ക് ഉണ്ടല്ലേ? സക്ഷൻ, കംപ്രഷൻ, പവർ, പിന്നെ എക്സോസ്റ്റ്. ഇങ്ങനെ 4 സ്ട്രോക്സ് വരുന്നുണ്ട് IC എഞ്ചിൻസിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം IC എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് എത്ര സ്ട്രോക്കിൽ? 4 സ്ട്രോക്കിലാണ്. അപ്പോൾ IC എഞ്ചിൻ്റെ 4 സ്ട്രോക്ക് എത്ര ആംഗിളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യത്തത് π, പിന്നത്തത് 2π, പിന്നത്തത് 3π, പിന്നെ 4π അല്ലേ? ഓരോരോ π, ഓരോരോ 180 ഡിഗ്രിയിലാണ് സക്ഷൻ സ്ട്രോക്ക്. ഓരോ സ്ട്രോക്ക് നടക്കുന്നത് ഓരോരോ 180 ഡിഗ്രിയിലാണ്. ഇനി ഓരോ കേസ് നോക്കാം. ഇവിടെ സക്ഷൻ, ഇവിടെ കംപ്രഷൻ, ഇവിടെ പവർ, ഇവിടെ എക്സോസ്റ്റ്. ഈ പവർ സ്ട്രോക്കിന് മാത്രം ഒരു ടോർക്കിലൊരു സ്പൈക്ക് ഉണ്ടാവും. നമ്മൾ ഈ ഇതിനെന്താ വരിക? T ആണ് വരിക. അപ്പോൾ പവർ സ്ട്രോക്കിൽ മാത്രം ഒരു എക്സ്ട്രാ ടോർക്ക് വരുന്നുണ്ട്. ഈ എക്സ്ട്രാ ടോർക്ക് വരുമ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ എക്സ്ട്രാ ടോർക്ക് വരുമ്പോൾ എന്ത് കിട്ടും? ആ ഫ്ലൈ വീലിന് കുറച്ചും കൂടെ സ്പീഡ് കിട്ടും. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കൈനറ്റിക് എനർജിയാണ് പിന്നീട് ബാക്കിയുള്ള സ്ട്രോക്കിലേക്ക് വീഴ്ച കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതങ്ങനെ ഈ ഷെയ്ഡ് ഏരിയ എന്താണെന്നുള്ളത് നമ്മളെപ്പോഴും വർക്ക് എന്നുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താ കിട്ടുക? വർക്ക് അല്ലേ? ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് വർക്കാണ്. ഇപ്പം റൊട്ടേഷൻ അനലോഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? വർക്കാകും. അതായത് ഫോഴ്സിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് ടോർക്ക്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റിന്റെ റൊട്ടേഷൻ അനലോഗ് ആണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതങ്ങനെ വരും. അപ്പോൾ T × θ എന്നാണ് വർക്ക് എനർജി ഒക്കെയാണ്. അപ്പോൾ അതായത് ഈ T θ ഡയഗ്രത്തിന്റെ അടിഭാഗത്ത്, അതായത് T θ ഡയഗ്രത്തിന്റെ അകത്തുള്ള ഏരിയ, ഓക്കെ, T θ ഡയഗ്രത്തിന്റെ അകത്തുള്ള ഏരിയ എടുത്ത് നമുക്ക് എന്താ കിട്ടുക? എനർജിയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ലൈൻ എന്താണ്? ഈ ലൈൻ മീൻ ടോർക്കിന്റെ ആണ്. അതായത് ഞാൻ എൻ്റെ എൻജിൻ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു ടോർക്കിൽ റൺ ചെയ്യാനാണ്. പക്ഷെ ചില സമയത്ത് ഇതിനേക്കാളും താഴ്ന്ന ടോർക്കിലേക്ക് എഞ്ചിൻ റൺ ചെയ്യേണ്ടാവുക, ചില ഇതിനേക്കാളും മേലെയുള്ള ടോർക്കിൽ റൺ ചെയ്യേണ്ടാവുക. അപ്പോൾ ഇതിനേക്കാളും മേലെയുള്ള ഈ വാല്യൂ ആണ് എക്സസ് എനർജി എന്ന് പറയുന്നത്. ഈ എക്സസ് എനർജി എന്ത് ചെയ്യും? ഈ എക്സസ് എനർജി ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഈ കിട്ടുന്ന എക്സസ് എനർജി ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതിൻ്റെ ബാക്കിയുള്ള സമയത്ത് അത് അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് നമുക്ക് ഇത് കിട്ടാവുന്ന കാര്യം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. ഈ കൺസെപ്റ്റ് മതി. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ് എന്തൊക്കെയാ? ഒന്ന് മീൻ ടേണിംഗ് മൊമെന്റ് 2000 rpm. മീൻ ടേണിംഗ് മൊമെന്റ് 2000 rpm. അപ്പോൾ ഇതെന്താണ്? ഈ 2000 എന്താണ്? ആക്ച്വലി ടി മീനാണ് അല്ലേ? ഈ മീൻ എന്താണ്? ടി മീനാണ്. അതിനർത്ഥം ഇതിന് മേലേക്ക് കിട്ടുന്ന എനർജിയൊക്കെ എക്സസ് ആയിട്ട് കിട്ടുന്ന എനർജിയാണ്. ഓക്കെ, അത് മേലേക്ക് കിട്ടുന്ന എനർജിയൊക്കെ എക്സസ് ആയിട്ട് ഫ്ലൈ വീലിന് കിട്ടുന്ന എനർജിയാണ്. പിന്നെന്താ ഉള്ളത്? ആവറേജ് റണ്ണിങ് സ്പീഡ് 1000 rpm അല്ലേ? അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാണ്, ടി മീൻ ഈസ് ഈക്വൽ ടു 2000 Newton meter. ആവറേജ് റണ്ണിങ് സ്പീഡ് എത്രയാണ്? n മീൻ
ഈസ് ഈക്വൽ ടു എൻ മീൻ ഈസ് ഈക്വൽ ടു 1000 RPM. പിന്നെ ഫ്ലക്ച്വേഷൻ ഇൻ സ്പീഡ് എത്രയാണ്? 2%. അത് നമ്മൾ CS എന്ന് പറയുക. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്ലക്ച്വേഷൻ ഇൻ സ്പീഡ് CS എത്രയാണ്? ±2%. ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത്. ഇനി അവൻ്റെ ഫിനിഷാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു I ഒമേഗ മീൻ സ്ക്വയർ CS. അതൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഡെൽറ്റ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കണം, പിന്നെ ഒമേഗ മീൻ്റെ വാല്യൂ നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാം, പിന്നെ CS-ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് തരാം. ഒന്ന്, ഈ ഡെൽറ്റ ഇ എന്താണെന്നുള്ളത്. ഡെൽറ്റ എന്ന് വെച്ചാൽ മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഇൻ ദ ഫ്ലൈ വീൽ. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ഇൻ ദ ഫ്ലൈ വീൽ. മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജി ആയിരിക്കണം. ഇനി നോക്കാം ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന്. ഇപ്പോൾ ഇതാണ് ടി മീൻ്റെ ലൈൻ. ഇതിന് മേലെ കയറിയിരിക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ഫ്ലൈ വീൽ അബ്സോർബ് ചെയ്യുന്ന എനർജി അല്ലേ. അതിൽ തന്നെ 2 ബോക്സ് ഉണ്ട്, ഒന്നെങ്കിൽ ഈ ഏരിയ എടുക്കാം അല്ലെങ്കിൽ ഈ ഏരിയ എടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? മാക്സിമം ഫ്ലക്ച്വേഷൻ ഓഫ് എനർജിയാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ ഈ ബോക്സ് സെലക്ട് ചെയ്യും. ഈ ബോക്സിന്റെ ഏരിയ എടുത്താൽ നമുക്ക് കിട്ടും എക്സസ് ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി കിട്ടും. അപ്പോൾ ഈ ബോക്സിന്റെ ഏരിയ എത്ര കിട്ടുക? ഈ ബോക്സിന്റെ ഇതെത്ര, ഈ ലെങ്ത് എത്രയാണ്? π - π/2. ഇത് എത്ര വരും? π/2 വരും. ഇവിടെ എത്ര വരിക? 3000 - 2000. ഇവിടെ 1000 Nm വരും അല്ലേ. അപ്പോൾ π/2 × 1000 അല്ലേ വരിക? π/2 × 1000 ആണ് നമുക്ക് ഡെൽറ്റ ഇ കിട്ടുക. അപ്പോൾ π/2 × 1000 ആണ് ഇവിടെ കിട്ടുന്നത്. ഈസികൾ എന്ത് വരും? I നമ്മൾ കണ്ടുപിടിക്കണം, പിന്നെ ഒമേഗ മീൻ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? എൻ മീനാണ്, അതായത് RPM തന്നിരിക്കുന്നത്. അതിന് radian/second മാറ്റണം. അപ്പോൾ ഒമേഗ ഈസികൾ എന്ത് വരും? 2πn / 60. അതായത് 2 × π × n എത്ര വരുന്നത്? 1000 RPM / 60. ഓക്കെ, അതിൻ്റെ ആൻസർ അറൗണ്ട് 104 കിട്ടും. 104 radian/second എന്നാണ് ആൻസർ വരിക. ഓക്കെ, 104 radian/second എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഇൻറ്റു 104 സം ഡെസിമൽ ഉണ്ട്. ഓക്കെ, പിന്നെയുള്ള വാല്യൂ CS ആണ്. CS-ൻ്റെ വാല്യൂ ±2 ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ CS-ൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണെങ്കിൽ, ചിലപ്പോൾ +2 അല്ലെങ്കിൽ -2 മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അത് ജസ്റ്റ് 2/100 എന്ന് മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ +2 തരുന്നുണ്ട്. അതായത് മീൻ സ്പീഡിൻ്റെ 2 ഡയറക്ഷനിലേക്കും എന്തുണ്ട്? 2% സ്പീഡ് വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ശതമാനം വേരിയേഷൻസ് വരും? 2% × 2 4% വരും. അപ്പോൾ 2 × 2/100 × 2 വരും. ഇത്രയാണ് CS വരിക. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി എഴുതുന്നത് കേട്ടോ 500π ഈസ് ഈക്വൽ ടു I × 104 × 4/100 0.04. ഇതിൽ ആൻസർ ഐയുടെ ആൻസർ കിട്ടുക അറൗണ്ട് 3.58 kg/m² ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. T ഡയഗ്രം എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായാൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.